ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയിൽ അവസാനം വിജയ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. സത്യമായിട്ട് ആ സമയത്ത് എനിക്ക് എത്ര സിനിമ ഉണ്ടെന്ന് പോലും മനസ്സിലായില്ലേ. പെട്ടെന്നാണ് കാണിച്ചത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പിക്ക് കണ്ടപ്പോഴാണ് ഇത്രയും സിനിമ ഉണ്ടോ എന്ന് ആലോചിച്ച് പോയത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സിനിമകളുണ്ട് കേട്ടോ. സത്യയുടെ അത്രയുണ്ടെന്ന് കാരണം എല്ലാം ഒരേ കഥാപാത്രം ലുക്കുമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ വിജയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ലുക്ക് ഒരേപോലെ തന്നെയാണ്. മീശ ചെറുതായിട്ട് വെട്ടിയിട്ടോ അല്ലെങ്കിൽ മുടി കുറച്ചിട്ടോ. എനിക്ക് വിജയുടെയിൽ വന്നതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കും അത് തെരിയിലെ ആ ലുക്ക് തന്നെയാണ്. പോലീസ് ലുക്കല്ല, വേറെ ലുക്കില്ല. അതാണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നുന്നു. ആ പറയിലോട്ട് നീട്ടി വളർത്തി അത് പ്രത്യേക ടൈപ്പ് ലുക്കാണത്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈറ്റിൽ കാർഡ് റിയാക്ഷനിലേക്ക് പോവാം. ആദ്യത്തേതാണ് നാളെ തീർപ്പ്. ഞാൻ കണ്ടിട്ടില്ല സിനിമയൊന്നും. ഇതിൽ മിക്ക സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അറിയാലോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ 2019 മിർസൽ ബീൽ അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, വിജയ് ഇങ്ങനെ അങ്ങനത്തെ സിനിമകളൊക്കെ വന്ന ശേഷം ഞാൻ കണ്ടു തുടങ്ങിയത്. അല്ലാണ്ട് പഴയ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഖുഷി ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അകപ്പാടെ പഴയ സിനിമയിൽ കണ്ടേക്കണത് ഗില്ലി കണ്ടിട്ടുണ്ട്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അടുത്തത് പൂവേ ഉനക്കാകെ കണ്ടിട്ടില്ല. ഓക്കെ, പൂവേ ഉനക്കാകെ കാതലിക്കും അറിയാതെ കണ്ടിട്ടില്ല. ബദ്രി കണ്ടിട്ടില്ല സത്യമായിട്ടും. തിരുമലൈ കണ്ടിട്ടില്ല ഉറപ്പാണ്. പോക്കിരി കണ്ടിട്ടില്ല. വേലായുധം കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. എങ്ങാണ്ടോ ഇതിൻ്റെ സീൻസ് മാത്രം കണ്ടിട്ട് എനിക്ക് ആകപ്പാടെ ഓർമ്മയുള്ളത് രാത്രിയിലൊരു കാർ ഫൈറ്റ് സീനുണ്ട്, അതെനിക്ക് മാത്രമേ. പിന്നെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി പോണതൊക്കെ ഓർമ്മയുണ്ട്. തലൈവ ഞാൻ സീ കേരളത്തിൽ വരില്ല ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെ കുറച്ച് സീൻസ് കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഫുള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ട്, അല്ലാതെ പടമൊന്നും കണ്ടിട്ടില്ല. ഇനി വരുന്ന സിനിമകൾ മിക്കവും ഞാൻ കണ്ടിട്ടുണ്ട്. ജില്ല കണ്ടിട്ടുണ്ട്, തെരി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലുക്കല്ല, മറ്റേ ലുക്കിനല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. മെറിസൽ പിന്നെയും മനസ്സിലാവും, കാരണം ആ പഴയ ലുക്കാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലാവും, കുറേ കുറിയും മാലയും ആ ലുക്ക് നമുക്ക് മനസ്സിലാവും. അത് ഓക്കെ. ബിഗിള് പിന്നെയും നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ പിന്നെയും മനസ്സിലാവും, കാരണം അറിയാലോ ആ ലുക്ക് ഏജ് ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ മനസ്സിലാവും. മാസ്റ്ററും ബീസ്റ്റും ഒരേ ലുക്ക് പോലെ തോന്നി. അങ്ങനെയല്ല, അതായത് ഏകദേശം ഒരേ ഒരു സ്റ്റൈലായതുകൊണ്ട് എനിക്കങ്ങനെ തോന്നി. ലിയോ എനിക്ക് ഒട്ടും മനസ്സിലായി സത്യം പറയുകയാണെങ്കിൽ. ലിയോ ഓക്കെ, ഗോട്ട് ഇത്രയൊക്കെയാണോ ഉള്ളത്. പല സിനിമയും കണ്ടിട്ടില്ല. ജില്ല ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ലിയോയിലെ ടൈറ്റിൽ കാർഡ് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ 2 ഒരെണ്ണമുണ്ട്, പക്ഷെ അത്ര അടിപൊളി സംഭവം വെച്ചല്ല. അത് ഏകദേശം നമ്മുടെ ലിയോയിലെ ടൈറ്റിൽ കാർഡ് വേറെ രീതിയിലാക്കി വെച്ച പോലെ ഉള്ളൂ. പിന്നെ നമ്മുടെ മഹാരാജ സിനിമയിൽ 50ാമത്തെ സിനിമയിലും ഇതുപോലെ ടൈറ്റിൽ കാർഡ് ഉണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ രായൻ സിനിമയിലുണ്ടാവും, കാരണം 50ാമത്തെ സിനിമയാണ്, എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.